വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് രജത ജൂബിലിയുടെ നിറവിൽ കാൽ നൂറ്റാണ്ടിന്റെ സൗഹൃദം പുതുക്കി പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മെഗാ സംഗമം ശ്രദ്ധേയമായി. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് കാൽ നൂറ്റാണ്ട് പിന്നിടുന്ന വാഴക്കുളം വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഇല്യൂം 2026 മെഗാ അലൂമിനി മീറ്റ് ശ്രദ്ധേയമായി. മുൻ പ്രിൻസിപ്പൽമാർ, അധ്യാപകർ, അനധ്യാപക ജീവനക്കാർ, വിവിധ ബാച്ചുകളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ കുടുംബസമേതം പങ്കെടുത്ത സംഗമം പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനും സൗഹൃദങ്ങൾ പുതുക്കുവാനുമുള്ള അപൂർവ വേദിയായി. കോളേജ് മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിച്ചിട്ട് 25 വർഷം പൂർത്തിയാവുകയാണ്. ഈ 25 വർഷം കൊണ്ട് ഏകദേശം 12,000-ഓളം വിദ്യാർത്ഥിനികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുകയുണ്ടായി. ഒരു വർഷം ഏകദേശം 650 തൊട്ട് 725 വരെയുള്ള കുട്ടികളാണ് വിവിധ ബിടെക് പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ഇപ്പോൾ 2,500ഓടത്തും കുട്ടികൾ ഈ കോളേജിൽ പഠിക്കുന്നുണ്ട്. വളരെ വർണ്ണാഭമായ പരിപാടികളോടെ അക്കാഡമിക് മികവുള്ള പ്രോഗ്രാമുകളോടെയാണ് ഈ വർഷത്തെ ജൂബിലി ആഘോഷങ്ങളെല്ലാം സജ്ജമാക്കിയിരിക്കുക. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകളുണ്ടായിരുന്നു. ഇന്നിവിടെ അലൂമിനി മീറ്റാണ്. ഏകദേശം 12,000-ഓളം അലൂമിനി അംഗങ്ങൾ, മുൻകാല വിദ്യാർത്ഥികൾ ഈ കോളേജിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവർ ഈ കോളേജ് ഉണ്ടായിരുന്നുകൊണ്ടാണ് പഠിച്ച് ബിടെക് ബിരുദധാരികളായി മാറിയതും ലോകത്തിലെ വിവിധ മേഖലകളിൽ വലിയ പ്രഗത്ഭരായി ശുശ്രൂഷ ചെയ്യുന്നു. ഈ കോളേജ് കൊണ്ട് അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് അവരുടെ വീടുകളിൽ അതനുസരിച്ചുള്ള മാറ്റമുണ്ടായെന്നുള്ളതാണ്. നല്ല ശമ്പളം കിട്ടി, വീടുകളുടെ വലിപ്പം മാറ്റി, മറ്റ് സഹോദരങ്ങളുടെ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞു. നല്ല ആരോഗ്യവും നല്ല സന്തോഷവും എത്തുന്ന വിധത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഇവിടെ പഠിച്ച ബിടെക് ബിരുദധാരികൾ കഴിഞ്ഞു എന്നുള്ളതാണ്. വലിയൊരു ഗെയിം ചേഞ്ചറിൻ്റെ, വലിയ ട്രാൻസ്ഫോർമേഷൻ്റെ എല്ലാം ഒരു പ്രതീകമായിട്ടാണ് വിശ്വജ്യോതി നിലകൊള്ളുക. ഏറ്റവും മികവാർന്ന വിദ്യാഭ്യാസം കൊടുത്ത് കേരളത്തിൽ 152 എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. അതിൽ 12ാം സ്ഥാനത്താണ് വിശ്വജ്യോതി നിൽക്കുക. ഇൻഡിവിജ്വൽ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 4ാം സ്ഥാനത്താണ്. അപ്പോൾ അക്കാഡമിക്കായിട്ടും പ്ലേസ്മെൻറ്റ് തലത്തിലും ഏറ്റവും മികവാർന്ന ഒരു നേട്ടമാണ് വിശ്വയുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുക. നമ്മൾ 395 കുട്ടികൾക്ക് ഈ വർഷം പ്ലേസ്മെൻറ്റ് കൊടുത്തു. ബാക്കിയുള്ളവർക്ക് പ്ലേസ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 3 വർഷം മുന്നേ ഇവിടെ ഏറ്റവും ഹയസ്റ്റ് സാലറി കിട്ടിയത് മാസം 7.25 ലക്ഷം രൂപയാണ്. വർഷം 85 ലക്ഷം രൂപ. അത് ഒരാൾക്കേ കിട്ടിയുള്ളൂ. പക്ഷേ അത്ര മികവാർന്ന ഹൈ കോൺഫിഡൻസ് ലെവലുള്ള, ഹൈ സ്മാർട്ട്നെസ് ലെവലുള്ള വിദ്യാർത്ഥികളും വിശ്വയുടെ ഭാഗമായിരുന്നു എന്നുകൂടെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സൂചിപ്പിച്ച്. അങ്ങനെ വിജയങ്ങളിലേക്ക് പോകുന്ന ഈ ജൂബിലി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വജ്യോതിയുടെ ഈ ക്യാമ്പസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഡയറക്ടർ റവറൻഡ് ഡോക്ടർ പോൾ പാറത്താഴം, കോളേജ് പ്രിൻസിപ്പലും അലൂമിനി അസോസിയേഷൻ പ്രസിഡന്റുമായ ഡോക്ടർ നവീൻ ജേക്കബ്, മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ CN പൗലോസ്, അലൂമിനി അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ സിദ്ധാർത്ഥ് ഷെല്ലി, വൈസ് പ്രസിഡന്റ് മൃദുൽ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ സോമി P. മാത്യു, ആദ്യ കോളേജ് യൂണിയൻ ചെയർമാൻ ജോസ് G. വാച്ചപ്പറമ്പിൽ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ അരവിന്ദ് S. എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. It gives me great joy to welcome each one of you to Vishwajyothi College of Engineering and Technology as we celebrate a momentous milestone, the silver jubilee of this great institution. 25 years ago, Vishwajyothi embarked on a journey with a vision to mold and nurture competent professionals, responsible citizens, and ethical leaders who will be beacons of light around the world, as the name of this college suggests. Over the years, this vision has been shaped and strengthened by generations of students who walked these corridors with dreams in their hearts and determination in their minds. Dear alumni, today you stand as the living embodiment of that vision, making meaningful contributions across industries, academia,
and public service to make this world a better place for all. An institution is not defined by its buildings or its academic achievements. It is defined by the lives it touches and the values it instills. കോളേജിന്റെ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയ മുൻ പ്രിൻസിപ്പൽമാരെയും വിവിധ വകുപ്പുകളുടെ മുൻ മേധാവികളെയും ആദ്യ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. അലൂമിനി അസോസിയേഷന്റെ പ്രവർത്തനം ഉൾക്കൊള്ളുന്ന അലൂമിനി ന്യൂസ് ലൈറ്റർ വൈസ് പ്രസിഡന്റ് മൃദുൽ ജോർജ്, കോളേജ് മാനേജർ മോൺസിഞ്ഞോർ പയസ് മലക്കണ്ടത്തിൽ നൽകി പ്രകാശനം ചെയ്തു. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സംഗമത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ എന്നിവർ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിട്ട വിശ്വജ്യോതിയുടെ വളർച്ചയും പാരമ്പര്യവും അനുസ്മരിച്ചുകൊണ്ടാണ് സംഗമം സമാപിച്ചത്. ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് വിചാരിക്കുന്ന വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്ത സാറുമാരെയും പഠിപ്പിച്ച കുട്ടികളെയും കാണുന്നതിനുള്ള സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ ഫംഗ്ഷന് വന്നതാണ്. പരിപാടിയുടെ വിജയത്തിനായി അധ്യാപകരായ ഡോക്ടർ കെ ഷൺമുഖേഷ്, ഡോക്ടർ വിനോജ് കെ, ഡോക്ടർ അനൂപ് സി കെ, സബിത രാജു, ഡോക്ടർ അനിറ്റ ബ്രിജിത്ത് മാത്യു, ഡോക്ടർ ഷെല്ലി ജോസ്, ഡോക്ടർ അമൽ ഓസ്റ്റിൻ, സുജിത് കെ എസ്, ബിജു ജോർജ്, ജസ്ലിൻ ജോസഫ്, ഡോക്ടർ സോണി കുര്യൻ എന്നിവർ നേതൃത്വം നൽകി. അവൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ CN പൗലോസ് സാറുണ്ട്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ പഴയ ചരിത്രങ്ങൾ, ആ സന്തോഷങ്ങൾ, നിമിഷങ്ങളൊക്കെ അയവിറക്കുകയായിരുന്നു. പോളാൻഡി സാറുണ്ട്, എബ്രഹാം സാറുണ്ട്, രാമേന്ദ്രൻ സാറുണ്ട്, കുഞ്ഞുപോൾ സാറുണ്ട്. പിന്നെ എനിക്കൊപ്പം ജോലി ചെയ്യുന്ന ജോബി ജെയിംസ് ഇന്ന് KSCBയിൽ വർക്ക് ചെയ്യുന്നു, കുര്യാക്കോസ് എന്നെ വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ ഒത്തിരി അധ്യാപകർ, പഴയ അധ്യാപകരും, ഔസേബ് സാറ് ഒക്കെ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. ഇപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കായിരുന്നു, ഫസ്റ്റ് കോളേജിൻ്റെ ആദ്യത്തെ ബെല്ലടിച്ച് ക്ലാസ്സിലേക്ക് പോയ 3 വ്യക്തികളായിരുന്നു നമ്മുടെ ജോബി ജെയിംസും കുര്യാക്കോസ് എന്നയും. കാരണം 3 ബാച്ചാണ്: ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, IT. ജോബി, കുര്യാക്കോസ് എന്നെ, അനിമോൻ ഫസ്റ്റ് ബെല്ലിന്. അനിമോനിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.